ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വേദയുടെ നന്ദിനി പറയും, നീ കുറച്ചു ദിവസമായി വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം. വേദ പറയും, പറയാനേ സമയവും സന്ദർഭവും ഒത്തു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് പറയാം, തൽക്കാലം നന്ദിനി അടുത്ത് ചെല്ലേ. അതിൽ നന്ദിനി അവിടുന്ന് പോകും. പക്ഷെ അച്ഛമ്മ എന്തോ എന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. വേദയോട് ചോദിക്കുമ്പോ വേദ പറയും, ചുമ്മാ വെറുതെ വരട്ടിയത് അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് തോന്നി എന്ന് പറഞ്ഞ് നിൽക്കാണ് അവരവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീജയും വിഷവും കൂടെ അവരുടെ സ്ത്രീ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് എല്ലാം ഹോൾസെയിൽ വാങ്ങിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ വിഷു അത്ത് ചെല്ലുന്ന സമയത്ത് ശ്രീജ പുറത്തു നിൽക്കണേ. അപ്പോഴായിരിക്കും വേദയുടെ അനിയത്തി ദീപ്തി ഒരുത്തിന്റെ ബൈക്കിൽ ഇങ്ങനെ പോകുന്നതും ഒരു കടയിൽ കയറി എന്തോ വാങ്ങിച്ചോണ്ട് പോകുന്നൊക്കെ കാണുന്നത്. ആ കൂടെ നിൽക്കുന്ന ചെക്കനെ മനസ്സിലായിട്ടില്ല. സംഭവം അത് വാസവന്റെ മകനാട്ടോ. ഇങ്ങനെ കാണുമ്പോ തന്നെ ശ്രീജയ്ക്ക് എന്തോ ഒരു പൊരുത്തക്കേട് തോന്നുന്നുണ്ട്. വിഷു അകത്ത് പോയിട്ട് ആ ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അങ്ങേര് പറയുന്നുണ്ട്, ആ പിന്നെ വണ്ടി ചോദിച്ചില്ലായിരുന്നോ, പരിചയത്തിൽ ഒരാളുടെ വണ്ടിയുണ്ട്, അയാൾക്ക് ആക്സിഡന്റ് ആയതുകൊണ്ട് ഇപ്പൊ അത് ഉപയോഗിക്കാറില്ല. ആ സ്കൂട്ടി ആണെങ്കിൽ അടിപൊളിയാട്ടോ, ബാക്കില് വലിയ ബോക്സ് ഒക്കെ പിടിപ്പിച്ചതാണ് ഞാനൊന്ന് ചോദിക്കട്ടെ. വിഷം പറയും, ആയിക്കോട്ടെ, നിങ്ങളെ സപ്പോർട്ടും ഉണ്ടാവണം. അപ്പൊ അയാളും നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നത്. അങ്ങനെ പുറത്തിറങ്ങുമ്പോ ശ്രീജ ദീപ്തിയെ കണ്ട കാര്യം പറയണേ. ദീപ്തിയെ കാണിച്ചു കൊടുക്കും. ആ പോക്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ശ്രീജ പറയുമ്പോ വിഷം പറയും, നിനക്ക് തോന്നുന്നതാണ്, അത് കൂടെ പഠിക്കുന്ന വല്ല പയ്യനും ആയിരിക്കും. വിഷു ആണെങ്കിൽ ആ ചെക്കൻ്റെ മുഖം കണ്ടിട്ടുമില്ല. അപ്പോഴേക്ക് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നീ വരാൻ നോക്ക് ശ്രീജെ എന്ന് പറഞ്ഞിട്ട് ആ വണ്ടിക്കാരൻ്റെ അടുത്ത് ഇവര് വന്നിരിക്കുന്ന ഓട്ടോയുടെ പിന്നാലെ വിടാൻ പറയണേ. അങ്ങനെ ഇവര് തിരികെ വീട്ടിലേക്ക് തന്നെ പോകും. അങ്ങനെ അല്പസമയം കഴിയുമ്പോൾ ഇവര് ആ സാധനങ്ങളുമായിട്ട് വീട്ടിലെത്താണ്. വിനായകനും വിക്രവും അവിടെ വരാന്തയിൽ ഇരിപ്പുണ്ട്. വണ്ടി വരുന്ന സൗണ്ട് കേട്ട് നന്ദിനി അങ്ങോട്ട് വരും. എന്താ ശ്രീചേർത്തി ഇതെല്ലാം? ശ്രീജ പറയും, കുറച്ച് അരി, മുളക്, മല്ലി അങ്ങനെയെല്ലാം ഉണ്ട്, വീട്ടിലേക്കുള്ളതായിരിക്കല്ലേ. അപ്പൊ വിശ്വം പറയും, അല്ല നന്ദിനി, ഇത് ശ്രീ പ്രൊഡക്റ്റിന്റെ അസംസ്കൃത വസ്തുക്കളാ. നാളെ മുതൽ ശ്രീജയുടെ പുതിയ സംരംഭത്തിന്റെ പണി ആരംഭിക്കല്ലേ. അത് കേൾക്കുമ്പോ വിനായകന്റെയും വിക്രമിന്റെയും മുഖത്തൊക്കെ നല്ല സന്തോഷമുണ്ട്. നന്ദിനിയുടെ മുഖത്ത് അത്രയൊന്നുമില്ല. അപ്പോഴേക്കും അച്ചമ്മയും വരും. ഇനിത് ഇടിച്ച് പൊടിച്ച് പല പാക്കറ്റിലാക്കി പുറത്തേക്ക് പോകും. അച്ചമ്മ വന്നിട്ട് അറിയും, ആദ്യ നാട്ടിലെ വീടുകളിലും കടകളിലും എത്തും, പിന്നെ അതെല്ലാം ഈ നാട്ടിലെ ഇഷ്ട ബ്രാൻഡായി മാറും. അല്ല മോളെ, ശ്രീജയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോ ആ വണ്ടിക്കാരൻ പറയും, ചേട്ടാ ഇത് ഇറക്കിയിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. വിഷ ഇറക്കുമ്പോ വിഷേട്ടാ ഞാനും ഇറക്കാം എന്ന് പറഞ്ഞ് വിക്രം വരും. അപ്പം അച്ഛൻ പറയും, സ്വാമി അവിടെ ഇരിക്കും. എന്താ വിനായക, ചൂണ് താരി ഇരിക്കാതെ അത് സഹായിക്കേ. അങ്ങനെ വിനായകനെ പിറുപിറുത്തുകൊണ്ടാണ് സഹായിക്കാൻ വരുന്നത്. നന്ദിനിയോട് പറയുമ്പോൾ നന്ദിനി മുഖം തിരിച്ചിരിക്കും. ശ്രീജ പറയും, ഞങ്ങൾ ചെയ്തോളാം അച്ഛമ്മ. അങ്ങനെ ഇവിടെ ഗാലറിയിൽ ഇരിക്കണ്ട, ചെയ്യ് എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ കൊണ്ടും എല്ലാം ഇറക്കിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അതെല്ലാം ശ്രീ പ്രൊഡക്റ്റിന്റെ ഷെഡിലേക്ക് കൊണ്ടുപോയി വെക്കാണ്. ഈ ഒരു കാഴ്ച കണ്ടാണ് വേദ എങ്ങോട്ട് വരുന്നത്. സ്റ്റോക്കൊക്കെ വന്നോ? ശ്രീജ പറയും, എല്ലാം കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. മതി ശ്രീജടുത്തി, ഇനി കുറേശ്ശെ തുടങ്ങിയാൽ മതി. വിശ്വം പറയും, ഇനി ഗ്രൈൻഡറും പൊടിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അപ്പൊ അച്ഛൻ പറയും, അതൊക്കെ പയ്യെ മതി, ആദ്യം കുറച്ച് പലഹാരങ്ങൾ മാത്രം മാർക്കറ്റ് ചെയ്താൽ മതി. ഉണ്ണിയപ്പം, അച്ചപ്പം, കുഴലപ്പം, നുറുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാനുള്ള റെസിപ്പി അച്ഛമ്മ പറഞ്ഞുതരാം. വേദ പറയും, അത് കൊള്ളാലോ, അച്ഛമ്മയുടെ കൈപ്പുണ്യം കൂടെ ആവുമ്പോ അത് കലക്കും. അപ്പൊ നന്ദിനി പറയും, പാക്കറ്റിലെ അച്ഛമ്മ ഇതിന്റെ ഐശ്വര്യം കൂടെ എഴുതിയാലോ, ഒരു ഫോട്ടോയെ കൂടെ വെക്കാം, എന്താ? അച്ഛൻ പറയും, ആ ഫോട്ടോ വെക്കുന്നുണ്ട്, നിന്റെ വൈക്കോല് കൊണ്ടൊരു കോലം ഉണ്ടാക്കി അതിന്റെ തലയുടെ സ്ഥാനത്ത് നിന്റെ ഫോട്ടോ, കണ്ണ് കെട്ടാതിരിക്കാൻ എന്താ? അതുപോലെ. അത് കേൾക്കുമ്പോ എല്ലാവരും ചിരിക്കും, കൂടെ വിനായകനും. അത് കാണുമ്പോൾ നന്ദിനി ഇങ്ങനെ തുറച്ചു നോക്കും. വിക്രം പറയും, പലഹാരം ഉണ്ടാക്കാനാണെങ്കിലും ഇടിക്കുകയും പൊടിക്കുകയൊക്കെ വേണ്ട അച്ഛമ്മേ, അപ്പോ മെഷീൻ ഉണ്ടാവുന്നത് നല്ലതാ. അച്ഛമ്മ പറയും, അമ്മയിൽ അരച്ച കറിക്കൊക്കെ പ്രത്യേക സ്വാദുണ്ടാവും പറയുന്നത് കേട്ടിട്ടില്ലേ? ഇവിടുന്ന് ഉണ്ടാക്കുന്ന പലഹാരങ്ങളെ കൈകൊണ്ട് അരച്ചുണ്ടാക്കുന്നതാണെന്ന് നമ്മൾ പാക്കറ്റില് എഴുതി വെക്കണം. നന്ദിനി പറയും, ഓർഗാനിക് അച്ചപ്പം, പക്ഷെ ആര് ഇടിക്കുകയും പൊടിക്കുകയും അരക്കൊക്കെ ചെയ്യും, അതിനൊക്കെ ആളെ വെക്കാനുള്ളതായിട്ടുണ്ടോ വിഷുവേട്ട ശ്രീചേർത്തിക്ക്? അച്ഛൻ പറയും, ഇടിക്കാനാണോ ആളില്ലാത്തത്? നിങ്ങളുടെ 3 പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരില്ലേ? എന്റെ സുധാകരന്റെ 3 ആൺമക്കൾ 3 ഉരല് നിരത്തിയിട്ട് അതിൽ നിന്ന് അവരിടിക്കും. അത് കേൾക്കുമ്പോ തന്നെ അവര് 3 പേരും പരസ്പരം നോക്കുന്നുണ്ട്. അച്ഛമ്മ ശ്രീജയോട് പറയും, 3 ആൾക്കാരും ഉരലിൽ ഇടിക്കുന്ന ഫോട്ടോ എടുത്ത് നീ കവറിൽ വെച്ചോ. എന്റെ ശ്രീജയെ അതൊരൊന്നാന്തരം പരസ്യമായിരിക്കും. വിനായകൻ ചോദിക്കും, അച്ഛമ്മ കാര്യമായിട്ടാണോ? അച്ഛൻ പറയും, എന്താ നിനക്ക് സംശയമുണ്ടോ? നിങ്ങൾ ഇടിക്കുമ്പോ ദാ ഇവൾ അരയ്ക്കും, നന്ദിനിക്കും ഞാനോ? അച്ഛൻ പറയും, അതെ, സഹായത്തിന് 1-2 ദിവസത്തേക്ക് ഞാനും ഉണ്ടാകും, പിന്നെ കമലയും. അപ്പോഴേക്ക് വിഷുവും വിനായകനും വിക്രവും കൂടെ വിളക്ക് വെക്കാനൊക്കെ ഉള്ള അറേഞ്ച്മെന്റ് ചെയ്യണം അവിടെ. അങ്ങനെ നന്ദിനി വയ്ക്കും, അപ്പൊ ഇവർ രണ്ടുപേരോ? അച്ഛൻ പറയും, വേദയ്ക്ക് ഓഫീസിൽ പോകണം, ശ്രീജ ഇവിടെ പണി ചെയ്യില്ല. നിങ്ങൾ എല്ലാവരും കൂടെ പണി ചെയ്യുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടണമെങ്കിലേ ശ്രീജ അടുക്കളയിൽ കയറണം. അതുകൊണ്ട് ഈ വക പണികൾക്കൊന്നും ശ്രീജ ഒപ്പം നിൽക്കില്ല. പാക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് ഒപ്പം കൂടാം, നിനക്ക് അതിന്റെ കൂലിയും തരാം. പാക്കറ്റ് ഒന്ന് 25 പൈസ, 100 എണ്ണം പാക്ക് ചെയ്താൽ 25 രൂപ, എന്താ പോരെ? നന്ദിനി അറിയും, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇത് കേട്ട് എല്ലാരും ചിരിക്കുന്നുണ്ട്. ശ്രീചേർത്തിയുടെ പണി, ശ്രീചേർത്തിയുടെ ലോൺ, അവര് ബിസിനസ് ചെയ്യുന്നു, അവര് ലാഭം ഉണ്ടാക്കുന്നു.
അതിന് ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത്? അച്ഛമ്മ പറയും, നീ മാത്രമല്ലല്ലോ ഒരു സംരംഭം വിജയിപ്പിക്കാൻ കുടുംബം മൊത്തം അവളോടൊപ്പം നിൽക്കുന്നു. നന്ദിനി പറയും, ആയിക്കോട്ടെ, എന്നെ കൊണ്ടാവില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. ശ്രീജ പറയും, നീ ഒന്നും ചെയ്യേണ്ട നന്ദിനി, അച്ഛമ്മ വെറുതെ പറഞ്ഞതാ. അപ്പൊ വേദ പറയും, അച്ഛമ്മ വെറുതെ പറഞ്ഞൊന്നുമല്ല. നാളെ നന്ദിനി അടുത്തേക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും ഈ കുടുംബം ഒരുപോലെ ഇതുപോലെ നിൽക്കും. നന്ദിനി പറയും, എനിക്ക് എന്തായാലും ഒരാവശ്യവും വരാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാനൊപ്പം നിൽക്കാനും പോകുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നന്ദിനി അടുത്ത്? അച്ഛമ്മ ഒരു കാര്യം പറഞ്ഞിട്ട് അതനുസരിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ? ഞാൻ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, വിനായകൻ ചേട്ടൻ പറയുമ്പോൾ അനുസരിക്കല്ലോ അല്ലേ? വിനായകൻ പെട്ട അവസ്ഥയിൽ നിൽക്കുക. നന്ദിനി ഇങ്ങനെ നോക്കും. എന്നിട്ട് വേദയോട് പറയും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഒരു വിനായകൻ ചേട്ടനും ഇതിൽ ഇടപെടണ്ട. ആണോ? അങ്ങനെയാണോ വിനായകൻ ചേട്ടാ എന്ന് വേദ ചോദിക്കും. വിനായകൻ രണ്ടുപേരെയും നോക്കുകയാണ്. നന്ദിനി ദേഷ്യത്തിൽ നോക്കും. വേദ ഇങ്ങനെ കയ്യും കെട്ടി നിന്ന് നോക്കുമ്പോ, നീ എന്തിനും വിനായകൻ ചേട്ടനെ നോക്കി പിടിപ്പിക്കുന്നേ? വേദ പറയും, അച്ഛമ്മ ആവശ്യപ്പെട്ട കാര്യം പറ്റില്ലെന്ന് വിനായകൻ ചേട്ടൻ പറയട്ടെ. അപ്പൊ വിനായകൻ പറയും, നന്ദിനി, തൽക്കാലം നീ അച്ഛമ്മ പറഞ്ഞത് ചെയ്തേ പറ്റൂ. എന്തായാലും ഈ വീട്ടിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന സംരംഭമല്ലേ, അച്ഛമ്മ പറഞ്ഞ പോലെ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ കടമയും. ഇനി ഇതേക്കുറിച്ച് ആരും സംസാരിക്കണ്ട. എനിക്ക് ഒരിടിക്കാമെങ്കിൽ നിനക്ക് അറിയിക്കാലോ. ശേഷം വേദയെ നോക്കും. ഈ പെണ്ണെന്നെ കൊലക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്ന് പോവാം. വേദ അറിയും, അപ്പൊ നന്ദിനി എടുത്തേ തയ്യാറായിക്കോ, നമുക്ക് ഉഷാറാവാം. നന്ദിനി എല്ലാത്തിനെയും നോക്കിയിട്ട് അവിടെ നിന്ന് ഒരൊറ്റ പോക്കും. അങ്ങനെ വേദ അറിയാം, അപ്പൊ നാളെ മുതൽ തുടങ്ങിയല്ലേ ശ്രീചേർത്തി? അച്ഛൻ പറയും, എന്തിനാ നാളെ? ഇന്ന് മുതൽ തന്നെ തുടങ്ങുന്നു. മോളെ ഡ്രസ്സൊക്കെ മാറി അടുക്കളയിലേക്ക് വാ, അച്ഛൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്പെഷ്യലാണോ? അപ്പൊ അച്ഛൻ പറയും, അതെ, ശ്രീജയുടെ സ്ഥാപനത്തിലൂടെ ആദ്യം വിൽക്കാൻ പോകുന്ന സാധനം. നിങ്ങൾ വാ, ഞാൻ എടുത്തു വെക്കാന്ന് പറഞ്ഞ് അച്ഛമ്മ പോവും. ഞാൻ ഒന്ന് കഴുകിയിട്ട് വരാന്ന് പറഞ്ഞ് വേദ പോകാൻ തുടങ്ങുമ്പോ ശ്രീജ വേദയെ പിടിച്ചു നിർത്തും. എന്നിട്ട് ദീപ്തിയെ കണ്ട കാര്യം പറയാണ്. ഇത് കേൾക്കുമ്പോ വേദ പറയും, അത് വല്ല ഫ്രണ്ട്സ് ആയിരിക്കും. വിക്രവും വിഷുവും അത് തന്നെ പറയുന്നത്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് നിന്നപ്പോ തന്നെ ശ്രീജയുടെ ഉള്ളില് സദാചാര പോലീസ് വന്നോ? വിഷുവും പറയും, ഞാൻ ഫ്രണ്ട് ആവുന്നു ഞാൻ പറഞ്ഞതാ, പക്ഷേ ഇത് വേദയോട് പറഞ്ഞേ പറ്റൂന്ന്. അങ്ങനെയൊന്നും അല്ല വേദേ, ചില ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേക കഴിവുണ്ട്. ആ കണക്കൂട്ടിൽ തെറ്റാറില്ല. പിന്നെ വേദയുടെ അനീതി അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. എങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രീജ അവിടുന്ന് പോകും. വിക്രം പറയും, താൻ കാര്യാക്കണ്ട, ശ്രീചേർത്തിയുടേത് ഒരു പഴയ മനസ്സാണ്, താനത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് വേദയും അവിടെ നിന്ന് പോവാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിനായകൻ നന്ദിനിയുടെ അടുത്ത് ചെല്ലും. നന്ദിനി അവിടെ മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. നീ വന്നേ, അച്ഛമ്മയുടെ പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പം നന്ദിനി പറയും, എനിക്കൊന്നും വയ്യ. ഓ, എനിക്ക് മനസ്സിലായി നിന്റെ പ്രശ്നം എന്താണെന്ന്. ഒരു കുടുംബം ഒന്നിച്ചൊരു കാര്യത്തിന് കൂടെ നിൽക്കുമ്പോൾ നമ്മൾ മാത്രം മാറി നിന്നാ നമ്മളാവില്ലേ കുറ്റക്കാരി? അതെന്താ നീ മനസ്സിലാക്കാത്തത്? നന്ദിനിക്കും എപ്പോ ഉദിച്ചു ഈ ബോധോദയം? ഇന്നാളൊരു ദിവസം വേദ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ തല്ലി, ഇന്ന് എനിക്കെതിരെ നിങ്ങൾ മറുകണ്ഠം ചാടി. ഇതിനർത്ഥം നിങ്ങൾ അവളെ എന്തിനെയോ പേടിക്കുന്നുണ്ടെന്നാ. എന്ത് പറഞ്ഞാ അവള് നിങ്ങളെ പേടിപ്പിച്ച് നിർത്തുന്നത്? അതെനിക്കറിയണം. വിനയം പറയും, ഈ അങ്ങനെയൊന്നുമല്ല, പച്ചക്കള്ളം. ഇതുവരെയുള്ള വിനയേട്ടനല്ല നിങ്ങളിപ്പോ. അതുറപ്പാ. വിനയന് ദേഷ്യം വരുന്നുണ്ട്. ഈ സംസാരം നിർത്താൻ വേണ്ടിയിട്ട് പറയും, നിനക്ക് വട്ടാണ്. വേദ ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴും ശ്രീജിടത്തി പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഉള്ള അസൂയ. സ്വന്തമായി കുത്തിത്തീർപ്പ് മാത്രം കയ്യിലുള്ള നിനക്ക് വട്ടായിപ്പോയി. നിനക്ക് വേണമെങ്കിൽ വന്ന് തിന്നാൻ നോക്ക്, അല്ലെങ്കിൽ ഈ റൂമിനകത്തിരുന്ന് കുരുട്ട് ആലോചിച്ച് ചാവ് എന്ന് പറഞ്ഞ് വിനായകൻ അവിടെ നിന്ന് പോകും. അതിൽ നന്ദിനി, അങ്ങനെ എനിക്ക് മാത്രം തരാണ്ട് അവർ തിന്നണ്ട എന്ന് പറഞ്ഞ് പിന്നാലെ ചില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലാണ്. ശങ്കരൻ എന്തോ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പത്മം വരികയാണേ. അമ്മ വിളിച്ചിട്ട് എന്താ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞല്ലോ. അയ്യോ, ഫോണ് സൈലന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് അപ്പോഴാണ് അത് ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് ശ്രീജയുടെ കറി പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞിട്ട് പറയും, ഓ, അത് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ വിൽക്കുന്ന ചെറിയ സംരംഭമാണ്, അത് നീ എങ്ങനെ അറിഞ്ഞോ? അപ്പോൾ ശ്രീകാന്ത് പറയും, വിനായകനെ കണ്ടിരുന്നു. എന്തായാലും വേദ മുഖേന ആ കുടുംബം പച്ച പിടിക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. പത്മം പറയുമ്പോൾ ശ്രീകാന്ത് പറയും, എനിക്ക് അവളെ കുറിച്ച് ആലോചിച്ചിട്ട് സഹതാപമേ ഉള്ളൂ. ഇങ്ങനൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വല്ലവർക്കും വേണ്ടി ഇടിക്കാനും പൊടിക്കാനും ആണല്ലോ അവളുടെ വിധി. കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ പത്മം പറയും, നീ എന്താ വർഷയും മോളെയും കൂട്ടിക്കൊണ്ട് വരാത്ത? ശ്രീകാന്ത് പറയും, കുഞ്ഞിനെ നോക്കാൻ അവിടെ നിൽക്കുന്നതാ നല്ലതെന്നാ അവള് പറയുന്നത്. അവിടെ അവളുടെ അമ്മയുണ്ടല്ലോ. പത്മം ചോദിക്കും, ഇവിടെ എന്താ നിങ്ങൾ 2-3 പേരെ ഞാനല്ലേ വളർത്തിക്കൊണ്ടു വന്നത്? അല്ലെങ്കിൽ അവൾക്ക് പണ്ടേ ഉള്ളതാ അവളുടെ വീട്ടിൽ പോയാൽ ഇങ്ങോട്ട് വരാനുള്ള മടി? അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിനക്കും പറ്റുന്നില്ല. ശ്രീകാന്ത് പറയും, അവളുടെ കംഫർട്ട് അവിടെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ അമ്മേ? അപ്പൊ ശങ്കരൻ പറയും, അതെ, അതാണ് എല്ലാവരുടെയും കാര്യം. വർഷയ്ക്ക് അതാണ് കംഫർട്ട്, വേദയ്ക്ക് ആ വീട്ടിൽ നിൽക്കുന്നതും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇനി ഈ വീട്ടിൽ ചർച്ച വേണ്ട എന്ന അവസാന വിധി പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ശ്രീകാന്ത് പത്മത്തോട് പറയും, വർഷ അവളുടെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നത് പോലെയാണോ വേദയുടെ കാര്യം? പത്മം പറയും, അവൾക്ക് ഈ വീട് സ്വന്തം എന്ന് തോന്നാത്തത് കൊണ്ടാ അവൾ അവിടെ പോയി നിൽക്കുന്നത്. വേദയ്ക്ക് ആ വീട് സ്വന്തം പോലെ തോന്നുന്നത് കൊണ്ട് അവൾ അവിടെ നിന്ന് വരുന്നുമില്ല. രണ്ട് കാര്യവും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ ശ്രീകാന്ത് പറയും, എന്തായാലും ഞാൻ അവളെ വിളിച്ചോണ്ട് വരാം. പത്മം പറയും, എനിക്ക് വേണ്ടി വിളിക്കേണ്ട. പേരക്കുട്ടികളെ കൊഞ്ചിക്കാനും ലാളിക്കാനുള്ള മോഹം എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാകും, അത് നീ ഓർത്താ മതി. ഇത് കേൾക്കുമ്പോ ശ്രീകാന്ത് തലതാഴ്ത്തി അവിടെ നിന്ന് പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ വീട്ടിലാണ്. ശ്രീ ഫുഡ് പ്രൊഡക്റ്റിന്റെ വലിയ ബാനറൊക്കെ ഒട്ടിക്കാണ്. അവിടെ എല്ലാവരും കൂടെ മാഷും കമലയും കൂടെ ഇങ്ങനെ അങ്ങോട്ട് വരിക. രാഹുകാലം തുടങ്ങുന്നതിന് മുന്നേ
വിളക്ക് വെക്കാം. മാഷ് പറയും ആയിക്കോട്ടെ. അപ്പൊ അച്ഛമ്മയ്ക്കും വേദ എവിടെ? വേദ ഉണ്ടാവും ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുന്നേ. ഞാനെത്തി. ഓഫീസിലേക്ക് പോകുന്നുണ്ടല്ലേ? പോണം അച്ഛമ്മേ. ശേഷം അച്ഛമ്മ നന്ദിനിയെ വിളിക്കും. ഞാനിവിടെ ഉണ്ട് അച്ഛമ്മേ. എങ്കി വാ എന്ന് പറഞ്ഞ എല്ലാരും കൂടെ പോകും. എങ്കി പിന്നെ വിളക്ക് വെച്ചാലോ? അമ്മ തന്നെ വെച്ചോളൂ എന്ന് കമല പറയുമ്പോ അച്ഛമ്മ പറയും ഞാൻ നാളെ കഴിഞ്ഞാ പോകാനുള്ളതാണ്, സുധാകരൻ വെക്കട്ടെ എന്ന് പറഞ്ഞ് വിളക്ക് കൊടുക്കും. അപ്പൊ മാഷ് അത് വാങ്ങിച്ചിട്ട് പറയും ഈ സ്ഥാപനം യാഥാർത്ഥ്യമായത് വേദ കാരണ, അതുകൊണ്ട് ഇത് തുടങ്ങി വെക്കാൻ ഏറ്റവും യോഗ്യ വേദയാണ്. വാ മോളെ. അതിൽ വേദയ്ക്കും ഞാനോ? അതെ, അതിന് നിന്റെ അത്ര ആരും പ്രാപ്തരല്ല. അങ്ങനെ വേദ അത്രയൊക്കെ പറയുമ്പോ അത് വാങ്ങിച്ച് വിളക്ക് വെക്കാണ്. ശേഷം മാഷിന് ഒരു തിരി കത്തിക്കാൻ കൊടുക്കും. പിന്നെ കമല, അച്ചമ്മ, ലാസ്റ്റ് ശ്രീജയും വിഷയും കൂടെ ഒരുമിച്ച് വിളക്ക് വെക്കും. അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥിക്കണേ. നന്ദിനിയുടെ മുഖത്ത് മാത്രം വലിയ സന്തോഷമില്ല. അങ്ങനെ അത് കഴിഞ്ഞാൽ വേദ പോവാൻ തുടങ്ങണേ. കവല വരെ ഞാനും ഉണ്ട് മോളെ എന്ന് പറഞ്ഞ മാഷും കൂടെ പോകും. അച്ഛൻ പറയും എങ്കിൽ പിന്നെ പറഞ്ഞ പോലെ പണി ആരംഭിക്കാം എന്ന് പറഞ്ഞ എല്ലാവരെയും പണിപ്പുരയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ കേട്ടോ ഈ ഭാഗം കഴിയുന്നത്. റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്